Maiva Silks, Kasargod, Kaningad, Mangalore. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കർഷകർക്ക് 6000 രൂപ അക്കൗണ്ടിലെത്തിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിനായി 7,50,000 കോടി രൂപ മാറ്റിവെച്ചതായാണ് കണക്കുകൾ. 3 ഗഡുക്കളായി കർഷകർക്ക് പണം ലഭിക്കും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. ഇതിന്റെ ഭാഗമായി ആദ്യ ഗഡുവായ 2000 രൂപ ഓരോ കർഷകർക്കും ലഭിച്ചതായി കേന്ദ്ര കാർഷിക മന്ത്രാലയം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പും ലഭിച്ചിരുന്നു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ 1 കോടി കർഷകർക്ക് ഇതിന്റെ ഫലം ലഭ്യമാകുമെന്നും മന്ത്രാലയം ഉറപ്പു നൽകി. എന്നാൽ ഇതെല്ലാം വെറും പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നുവെന്നാണ് ഇപ്പോൾ കർഷകർ പറയുന്നത്. 6ാം ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കർഷകർ പണം പിൻവലിക്കുന്നതിനായി എത്തിയപ്പോൾ പണം പിൻവലിച്ചതായാണ് അവർക്ക് ലഭിക്കുന്ന വിവരം. കർഷകരുടെ അക്കൗണ്ടിൽ പണമില്ലെന്ന് ബാങ്ക് മാനേജർ കർഷക യൂണിയനെ അറിയിച്ചു. തങ്ങളെ സർക്കാർ ചതിക്കുകയായിരുന്നുവെന്നാണ് ഇതറിഞ്ഞ കർഷകരുടെ പ്രതികരണം. ഫിറോസാബാദിലെ നിരോധം സിംഗ് എന്ന കർഷകന്റെ അനുഭവം ഇങ്ങനെയാണ്. 2 മാസം മുൻപാണ് അക്കൗണ്ടിൽ 2000 രൂപ നിക്ഷേപിച്ചതായി SMS ലഭിക്കുന്നത്. എന്നാൽ ബാങ്കിൽ ചെന്നപ്പോഴാണ് പണം വന്നിട്ടില്ല എന്ന് അറിയുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പോയി, അപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. കർഷകരുടെ വരുമാനക്കുറവ് നികത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവരുന്നതെന്നായിരുന്നു കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്. 2 ഹെക്ടറിൽ കുറഞ്ഞ ഭൂമിയുള്ളവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതിന്റെ മുഴുവൻ തുകയും വഹിക്കുമെന്നായിരുന്നു വാഗ്ദാനങ്ങൾ. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മോദി സർക്കാർ കർഷകരെ വഞ്ചിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.